എല്ലാവരും PSC എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ ലൈഫിലോട്ട് വരരുത്. എന്തിനാണ് നിങ്ങൾ ഒന്നാം റാങ്ക് ഇപ്പം ഈ ഇടയ്ക്ക് പത്രത്തിൽ വന്നതാ, ഒന്നാം റാങ്ക് കിട്ടിയ ആളിനും ജോലിയില്ല അത്ര. എന്തിനാ ഞാൻ പഠിക്കുന്നത്? ഒരു കമൻറ്റ് വന്നതാണ്, ഒന്നാം റാങ്കുകാരന് ജോലി കിട്ടിയില്ല. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണോ ഞാൻ കോൺഗ്രസ് ആണോ ഒന്നും, ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുത്ത സർക്കാരാണ്. പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മളിന്നൊരു കെമിസ്ട്രിയുടെ മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും ഒരു OMR ഷീറ്റ് എടുത്ത് ഈ ഒരു എക്സാം ഒന്ന് എഴുതി നോക്കണം. നമ്മുടെ കെമിസ്ട്രിയുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷയിൽ ഈ ചോദ്യങ്ങളെല്ലാം കരുതിയിരിക്കണം. കാരണം ഇതൊക്കെ പലതവണ പരീക്ഷകളിൽ ചോദിച്ചതാണ്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് നിങ്ങൾ പറയണം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ശരിയായ ഉത്തരം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത്. ഫോർമുല എങ്ങനെ എഴുതുക? CaOH ടോയ്സ് എന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് എന്താണ്? ക്യുക്ക് ലൈം എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന വസ്തു എന്താണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് NaOH ആണ്, മറന്നു പോരുതേ. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോസ്റ്റിക് പൊട്ടാഷ് എന്താണ് എന്നതും ചോദ്യമാണ്. അപ്പോൾ ക്യുക്ക് ലൈം എന്താണ്, കോസ്റ്റിക് പൊട്ടാഷ് എന്താണ്, ഇത് രണ്ടും എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിലേക്ക് ആൻസർ അറിയാമെങ്കിൽ എഴുതുക. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ, ശ്രദ്ധിക്കണം, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലം കൂടിയ ലോഹത്തിന് നിരോക്സീകരണം സംഭവിക്കുന്നു. ശരിയായ പ്രസ്താവനകളാണ് പറയേണ്ടത്. ഓക്കെ, അടുത്തത്, ആദേശ പ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അടുത്തത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു. ഓക്കെ, ലോഹങ്ങളുടെ ക്രിയാശീലതയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെൽ. 4 പ്രസ്താവനകൾ. കാണാതെ പഠിക്കാൻ ഒരു നിർവാഹവും ഇല്ല. നമുക്ക് ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സാർ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോണം. എന്തായാലും ഇതിനകത്തെ ശരിയായ പ്രസ്താവനകൾ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കൂടിയത് ഏതാണോ, ക്രിയാശീലത എന്ന് പറഞ്ഞാൽ എന്താ, റിയാക്ടിവിറ്റി കൂടിയത് ഏതാണോ അയാൾക്ക് ഓക്സീകരണം സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, സിങ്ക്, കോപ്പർ, ഇത് രണ്ടും ഞാൻ കളർ മാറ്റാം. സിങ്ക്, കോപ്പർ. ഓക്കെ, സിങ്ക്, കോപ്പർ, ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കുന്നു സിങ്കും കോപ്പറും വെച്ചിട്ട്. സിങ്ക് ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. അതായത് സിങ്ക് കോപ്പറിനേക്കാൾ റിയാക്റ്റീവാണ്, ക്രിയാശീലത കൂടിയതാണ്. അപ്പോൾ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Zn2+ ആയി മാറും, ഓക്സീകരണം സംഭവിച്ചു. അപ്പോൾ ആരാണോ മോർ റിയാക്റ്റീവ് അയാൾക്ക് ഓക്സീകരണം സംഭവിക്കും. ആരാണോ ലെസ് റിയാക്റ്റീവ് അയാൾ ഇലക്ട്രോണിനെ വാങ്ങും, അപ്പോൾ അയാൾക്ക് നിരോക്സീകരണം സംഭവിക്കും. ഒന്നാമത്തേന് നേരെ തിരിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവന ശരിയല്ല. റിയാക്ടിവിറ്റി കൂടിയ ആളിനാണ് ഓക്സീകരണം സംഭവിക്കേണ്ടത്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളിന് നിരോക്സീകരണം സംഭവിക്കണം. ഓക്കെ, ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ നേടണം. ഓക്കെ, ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത, റിയാക്ടിവിറ്റി കൂടിയ ഒരു ലോഹം റിയാക്ടിവിറ്റി കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ സൊല്യൂഷനിൽ നിന്നും ആദേശം ചെയ്യും. അവിടെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണം. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. എല്ലാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുകളും എന്താണ്? റിഡോക്സ്, ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുന്നു. ഓക്കെ, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. അതിനകത്തേക്ക് സിങ്കിന്റെ റോഡ് കൊണ്ടുവയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കോപ്പർ സൾഫേറ്റിന്റെ കളർ പോവും. എന്താ സംഭവിച്ചത്? ഈ സിങ്ക് മോർ റിയാക്റ്റീവ് അല്ലേ കോപ്പറിനേക്കാളും? സിങ്ക് ഇതിനകത്തുനിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. അവിടെ മെക്കാനിസം നോക്കാൻ പോവുകയാണെങ്കിൽ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. അതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ നടന്നത്.
അപ്പോൾ നമുക്ക് പറയാം ആദേശ രാസപ്രവർത്തനങ്ങൾ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. അടുത്തത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു. ഇല്ല, അതൊക്കെ നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തതേ ഉള്ളൂ. ക്രിയാശീലത കൂടിയ ആളിന് എന്ത് സംഭവിക്കും? ക്രിയാശീലത കൂടിയ ആളിന് ഓക്സീകരണവും ക്രിയാശീലത കുറഞ്ഞ ആളിന് നിരോക്സീകരണവും സംഭവിക്കും. ഓക്കെ, കുറഞ്ഞ ലോഹത്തിന് അല്ല, ക്രിയാശീലത കൂടിയതാണ്. ഇനി നാലാമത്തത്, ലോഹങ്ങളുടെ ക്രിയാശീലതയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തിയാണ് ഗാൽവനിക് സെല്ല് പ്രവർത്തിക്കുന്നത് അല്ലെ. അതായത് രാസപ്രവർത്തനം നടക്കുമ്പോഴുണ്ടാകുന്ന രാസോർജത്തെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളാണ് എന്ത് പറയുന്നത്? ഈ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ നാലാമത്തെ പ്രസ്താവന ശരിയാണ്. അത്യാവശ്യം ഒരു ബേസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എക്സ്പ്ലനേഷനായി അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന അത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടി. താഴെ പറയുന്നതിൽ നൈട്രജനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. നൈട്രജനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്തരീക്ഷ വായുവിൽ 0.08% എന്തുണ്ട്? നൈട്രജൻ ഉണ്ട് അന്തരീക്ഷ വായുവിൽ. എന്നാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജനാണ്. അതിനകത്ത് ഡൗട്ടില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ചോദിച്ചാലും ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അത് നൈട്രജനാണ്. ആ പ്രസ്താവനയാണ് ഇവിടെ തന്നത്. നമ്മൾ ശരിയായി കണ്ടോ? നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്തത്, നൈട്രജൻ തന്മാത്രയിൽ ദ്വിബന്ധനമാണ്. അല്ലല്ല, നൈട്രജൻ നമ്മൾ സ്കൂൾ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. നൈട്രജനിൽ ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. 2 നൈട്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു നൈട്രജൻ തന്മാത്രയിൽ ട്രിപ്പിൾ കൊവാലന്റ് ബോണ്ട്, അതായത് ത്രിബന്ധനം, സഹസംയോജക ത്രിബന്ധനമാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ ഓക്സിജനുമായി ചേർന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴാണ് ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്കായി നൈട്രജൻ സ്വതന്ത്രമായി അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കൂടിക്കലർന്ന് അത് നൈട്രിക് ഓക്സൈഡായി മാറുന്നത്. ശരിയാണ്. നൈട്രജൻ അങ്ങനെ മണ്ണിലേക്ക് എത്തുമ്പോൾ ആ മണ്ണിൽ നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയകളുണ്ട്. ഏതൊക്കെയാ? റൈസോബിയവും അസറ്റോബാക്ടറും. അപ്പോൾ അസറ്റോബാക്ടർ. അപ്പം നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പം 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. സി ആണ് ഉത്തരം. ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെന്റുകളും എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായതെന്ന് വൃത്തിയായി വെടിപ്പായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സയൻസിന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സയൻസും മാത്സും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ക്ലാസ്. കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്യുക. തിങ്കൾ വ്യാഴം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ 2019 പരീക്ഷ എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ഉദ്യോഗസ്ഥരും, ഇന്ന് ഉദ്യോഗസ്ഥരായിരിക്കുന്ന പലരും സയൻസ് മാത്സിന് വേണ്ടി ഫോളോ ചെയ്തിരുന്ന ഒരു ചാനലാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ മൂട്ടിപ്പോയി, ഡൗണായി. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലാസ്സുകൾ കൊണ്ടുവരികയാണ്. ക്ലാസ് കാണാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ കംപ്ലീറ്റഡ് സൊല്യൂഷനായിട്ട് നമുക്ക് ഈ ചാനലിനെ മാറ്റണം. നമ്മൾ കാണുന്ന നമ്മുടെ ഓരോ ആൾക്കാരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയത്തിന് മൂല്യം നൽകിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് തരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറക്കരുത്. തിങ്കൾ വ്യാഴം ഓക്കെ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ സയൻസിൻ്റെ ടോപ്പിക്ക് ക്ലാസ് ഇടും. വൈറ്റമിൻസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. വൈറ്റമിൻസിൻ്റെ എക്സാം നമ്മൾ ഇന്നലെ ഇട്ടു. ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എടുത്ത് കാണണം. അതേപോലെ ഏതെങ്കിലും ബാച്ച് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 999550. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇതിൽ വിളിച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബാച്ചിൽ വേണം, കോഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിർബന്ധിക്കുന്നില്ല. സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണമാണ് എന്ത്? ശ്രദ്ധിക്കണം. 1 കിലോഗ്രാം സോൾവെൻ്റ് എടുത്താൽ 1 കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ, സൊല്യൂട്ടിൻ്റെ മോളുകളുടെ എണ്ണം, ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം, അതിനെ വിളിക്കുന്ന പേര് മൊളാലിറ്റി എന്നാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 കിലോഗ്രാം സോൾവെന്റ് എന്ന് തന്നാൽ അത് മൊളാലിറ്റി. ഞാൻ എഴുതുന്നത് നോക്കിക്കോണം, മൊളാലിറ്റി എന്നാണ്. LITY സ്മോൾ ലെറ്റർ M കൊണ്ടാണ് സൂചിപ്പിക്കുക. ഒരു ലിറ്റർ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ 1 ലിറ്റർ സൊല്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന
സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ചോദിക്കുകയാണെങ്കിൽ മൊളാരിറ്റി എന്ന് പറയണം. മൊളാരിറ്റി അത് ക്യാപിറ്റൽ എം ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മൊളാരിറ്റിയുടെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ആണ്, അല്ലെങ്കിൽ മോളാർ എന്നും പറയാം. എന്നാൽ മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോളാൽ എന്നാണ്. സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് സൂചിപ്പിക്കുക. മോളാർ ആണെങ്കിൽ ക്യാപിറ്റൽ എം കൊണ്ടാണ് സൂചിപ്പിക്കുക. അത് ഓർത്ത് വെക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്നാണെങ്കിൽ അവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഉത്തരം എന്ന് പറയുന്നത് മൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, മൊളാരിറ്റിയുടെ യൂണിറ്റ് മോളാർ അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ. ക്ലിയർ ആണ്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ നോക്കാം. അമ്ലമഴ എന്ന് വെച്ചാൽ എന്താ? ആസിഡ് മഴ. ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത് ഏത് വാതകമാണ്? ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത് വ്യവസായശാലകളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? മീഥേൻ ആണോ? നൈട്രിക് ഓക്സൈഡ് ആണോ? സൾഫർ ഡൈ ഓക്സൈഡ് ആണോ? ഏതാണ് കൃത്യമായ ഉത്തരം? ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അതായത് നമ്മുടെ വ്യവസായശാലകളിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകം ജലവുമായി, അതായത് മഴവെള്ളവുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡിന്റെ കണങ്ങളായി വെള്ളത്തിലൂടെ ഭൂമിയിലേക്ക് എത്തും. ആസിഡ് മഴ എന്നറിയപ്പെടും. ഓക്കെ, ആസിഡ് റെയിൻ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. പൊല്യൂഷനകത്ത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന പ്രസ്താവന ഏതാണ്? ഓക്കെ, ബോയിൽസ് നിയമം. രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. അദ്ദേഹം പറഞ്ഞത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ബോയിൽ നിയമം. ഇതേപോലെ ചാൾസ് നിയമവും അവഗാഡ്രോ നിയമവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഗേ-ലൂസാക്ക് നിയമവും ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് ക്ലാസ്സിൽ പറയാം. 916 സ്വർണ്ണാഭരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏത് വിഭാഗത്തിൽ വരും? മൂലകമാണോ, അലോഹമാണോ, സംയുക്തമാണോ, ലായിനിയാണോ? ഏതിനകത്താണ് വരുന്നത്? 916 ഏറ്റവും കിടിലൻ ചോദ്യമാണ്. അതായത് ലായനി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ലായനി വിഭാഗത്തിലാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും അത് എന്താ പറയുക, വെള്ളം പോലെ അല്ലല്ലോ, അല്ലെ വെള്ളം പോലെ ഇരുന്നാലല്ലേ ലായനി എന്ന് പറയാൻ പറ്റുള്ളൂ, അത് ദ്രാവക അവസ്ഥയിൽ കാണണ്ടേ? അങ്ങനെ ഇല്ല. അന്തരീക്ഷ വായുവിനെ പോലും ലായനിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. ലായനി എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥം, ഒരു പദാർത്ഥം, അതായത് ഒരു സോൾവെന്റിനകത്തേക്ക് ഒരു സൊല്യൂട്ടിനെ നമ്മൾ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലായനിയാണ്, അത് സൊല്യൂഷനാണ്. ഓക്കെ, അത് ഹോമോജീനിയസും ആയിരിക്കണം. അതാ കണ്ടീഷൻ. അത് ഹോമോജീനിയസ് ആയിരിക്കണം, ഏകാത്മകമായിരിക്കണം. ഈ സൊല്യൂട്ട് സോൾവെന്റിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ചേർന്നിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്നൊരു സാധനമാണ് 916. അതിനകത്ത് സ്വർണ്ണമുണ്ട്, കോപ്പറും ഉണ്ട്. കോപ്പറും സ്വർണവും എല്ലാ സ്ഥലത്തും ഒരുപോലെ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ലായനി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കിടിലൻ ചോദ്യമാണ്. അപ്പോൾ അത് ക്ലാസ്സിൽ വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലായോ? അതായത് എണ്ണ ശുദ്ധീകരണശാലകൾ, ഓയിൽ റിഫൈനറീസ്, അവിടെ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മലിനജല സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് നോക്കുക, ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്ന ആസിഡാണ്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. സമ്പർക്ക പ്രക്രിയ. ഓക്കെ, ഇതിനകത്ത് ഈ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിന്റെ പേരാണ് V2O5, വനേഡിയം പെന്റോക്സൈഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു.
9 താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രൈമറി സെല്ലിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റൂല, അതിനകത്ത് നടക്കുന്ന റിയാക്ഷനുകൾ ഒരു തവണ മാത്രമേ നടക്കൂ, അതിനുശേഷം ഇതിനെ വലിച്ചെറിയണം. അത്തരത്തിലുള്ള ഒരു പ്രൈമറി സെല്ലിന് ഉദാഹരണം ഏതാണ്? പ്രൈമറി സെല്ലിന് ഉദാഹരണം ചോദിച്ചാൽ ഞാൻ പറയുന്നത് പഠിച്ചു വെക്കണം. ഒന്ന്, ഇവിടെ ഇത് ഏതൊക്കെ കൊടുത്തിരിക്കുന്നത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ലെക്ലാൻഷ്യസ് സെൽ എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്, അതേപോലെ നിക്കൽ കാഡ്മിയം സെല്ല് തന്നിട്ടുണ്ട്, ഇന്ധന സെല്ല് തന്നിട്ടുണ്ട്. ഉത്തരം ലെക്ലാൻഷ്യസ് സെല്ലാണ്, ഡ്രൈ സെൽ എന്ന് പറയും, ഡ്രൈ സെൽ. അതേപോലെ ഒരെണ്ണം കൂടെ പഠിച്ചു വെക്കണം, മെർക്കുറി സെൽ, ബട്ടൺ സെൽ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഈ വാച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ കണക്കിരിക്കുന്ന സെല്ലില് ഉപയോഗിച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ? എടുത്ത് കളയും. എന്താണ് ഈ ഡ്രൈ സെൽ? വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ കളിപ്പാട്ടങ്ങളിൽ റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ പ്രൈമറി സെല്ലാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്ത് കളയുമോ? ഇല്ല, അത് നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡറി സെൽ. സെക്കൻഡറി സെല്ലിൽ വരുന്നതാണ് നിക്കൽ കാഡ്മിയം സെല്ലും ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിൽ ചാർജ് തീരുമ്പോൾ അതിൻ്റെ ബാറ്ററി ഇളക്കി നമ്മൾ കളയുമോ? ഇല്ല. അപ്പോൾ നിക്കൽ കാഡ്മിയം സെല്ലാണത്. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. 2 ടൈപ്പ് സെല്ലുണ്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. ഓക്കെ, അടുത്ത ചോദ്യം, ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ സോഡിയം തയോ സൾഫേറ്റ് റിപ്പീറ്റഡ് ആണ്. എത്ര തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാലും PSCക്ക് ഒരു മടുപ്പ് തോന്നാത്ത ഒരു വസ്തുവാണ് ഹൈപ്പോ. ഹൈപ്പോ എന്നറിയപ്പെടുന്ന സംയുക്തമാണ് സോഡിയം തയോ സൾഫേറ്റ്. നിങ്ങളും പലപ്പോഴും PSC പരീക്ഷകളിൽ ഈ ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം നോക്കൂ, പോളി വിനൈൽ ക്ലോറൈഡ്. ഇതിനെയാണ് നമ്മൾ PVC പൈപ്പ്, PVC ടാങ്ക്, PVC കോട്ട്, റെയിൻ കോട്ട്. അപ്പോൾ ഈ PVCയുമായി ബന്ധപ്പെട്ട കുറെ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് ശരി എന്ന് പറയണം. പോളി വിനൈൽ ക്ലോറൈഡ് ഒരു കൃത്രിമ പോളിമറാണ്, ശരിയാണ്. PVC ഒരു കൃത്രിമ പോളിമറാണ്. തീ പിടിക്കുമ്പോൾ വിഷവാതകങ്ങൾ പുറപ്പെടുവിക്കുന്നു, ശരിയാണ്. അത് PVC പൈപ്പ് കത്തിക്കാൻ പാടില്ല, വിഷവാതകം വരും. വിനൈൽ ക്ലോറൈഡ് മോണോമറുകളുടെ പോളിമറൈസേഷൻ വഴിയാണ് ഇതുണ്ടാക്കുന്നത്, ശരിയാണ്. അതിന്റെ ഫോർമുല എങ്ങനെയാണ്? വിനൈൽ ക്ലോറൈഡ് ഇങ്ങനെയായിരിക്കും കേട്ടോ, ഇങ്ങനെയാണ് വിനൈൽ ക്ലോറൈഡ്. ഇതിനെ പോളിമറൈസ് ചെയ്യുമ്പോഴാണ്, നമ്പർ ഓഫ് എണ്ണം എടുത്തിട്ട് പോളിമറൈസ് ചെയ്യുമ്പോഴാണ് അത് PVC ആയി മാറുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ് കണ്ടുപിടിച്ചത് യൂജിൻ ബൗമർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ശരിയാണ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും PVC പോളിവിനൈൽ ക്ലോറൈഡുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരങ്ങളാണ്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലഘുവായ തന്മാത്രകൾ കൂടി ചേർന്ന് സങ്കീർണമായ ഒരു വലിയ തന്മാത്ര ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. എന്നിട്ട് A ആണ് ഉത്തരം. അടുത്തത് പെട്രോള്. ഓക്കെ, പെട്രോൾ കത്തുമ്പോൾ പ്രധാനമായും പുറന്തള്ളപ്പെടുന്ന വാതകം ഏതാണ്? പെട്രോൾ കത്തുന്നു, നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ പെട്രോൾ നിറയ്ക്കുന്നു. പെട്രോൾ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ അസാധ്യമായ ഒരു ഒരു വസ്തുവാണ്. ഇത് കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടെ പഠിക്കണം. കാർബൺ പൂർണ്ണമായും ഓക്സിജനിൽ കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്, ഭാഗികമായിട്ടാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് സാധാരണ വാഹനങ്ങളുടെ പുക കാർബൺ മോണോക്സൈഡ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും കത്തിയാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ആസിഡ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആസിഡ് ഏതാണ്? ഇവിടെ നോക്കൂ, NaOH, HCl, NaCl, KOH. ഇവിടെ എന്താണ് ആസിഡ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അതായത് ഒരു പദാർത്ഥത്തിന് H+ അയോണുകളെ ലായനിയിലേക്ക് വിട്ടുകൊടുക്കാൻ, ഒന്ന് വെള്ളത്തിൽ കലക്കുമ്പോൾ H+ അയോണുകളെ വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളെയാണ് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആസിഡ് HCl ആണ്. HCl നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതിനകത്ത് H+ എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇതിനകത്ത് ആസിഡ് HCl ആണ്. അപ്പോൾ NaOH അത് ബേസ് ആണ്, OH ആണ്, വെള്ളത്തിൽ കലക്കിയ OH പോകുള്ളൂ. KOH അതും ബേസ് ആണ്. അപ്പോൾ NaCl ഒരു ലവണമാണ്, ലവണം സോൾട്ട്. ആസിഡും ബേസും ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ലവണം. ഓക്കെ, അപ്പോൾ അത്രയും ഓക്കെയാണ്. എല്ലാ ചോദ്യത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയല്ലോ. ഓക്കെ, അടുത്തത്, ഒരു ആറ്റത്തിലെ കണങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന
അറ്റോമിക നമ്പർ ഏതാണ്? ഓക്കെ, 14ാമത്തെ ചോദ്യമാണ്. നോക്കൂ, ഒരു ആറ്റത്തിൽ എന്ത് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ അറ്റോമിക നമ്പർ പ്രസ്താവിക്കുന്നത്? ഒരു ആറ്റത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണികകളാണ്: 1 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 3 ഇലക്ട്രോൺ. നോക്കൂ, പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് രണ്ടും, പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ അറ്റോമിക നമ്പർ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഹൈഡ്രജനകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഹൈഡ്രജന്റെ അകത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ, അതുകൊണ്ട് ഹൈഡ്രജനകത്ത് 1 പ്രോട്ടോണേ ഉള്ളൂ, അതുകൊണ്ട് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഇനി വേറൊരു കാര്യം കൂടെ സാർ പറഞ്ഞു തരാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? സോഡിയത്തിന്റെ ന്യൂക്ലിയസിനകത്ത് 1 പ്രോട്ടോണേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഇനി അപ്പൊ ചോദിക്കും, സാർ ഇലക്ട്രോണും പ്രോട്ടോണിന്റെ എണ്ണവും ഈക്വൽ അല്ലേ? ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രോട്ടോണുകൾ ഒരിക്കലും ഒരു ആറ്റം ഒരു രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കൂല. എപ്പോഴും പ്രോട്ടോണിന്റെ എണ്ണം സ്ഥിരമായി ആറ്റത്തിൽ കാണും. പക്ഷെ ഒരു ആറ്റം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അതിന് ഇലക്ട്രോണിനെ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇലക്ട്രോണിനെ വാങ്ങേണ്ടി വരും. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ മാറ്റി പറയാൻ പറ്റൂല. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എപ്പോഴും എന്തായി കരുതുന്നത്? അറ്റോമിക് നമ്പർ ആയിട്ട് കരുതുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. രാസപ്രവർത്തനത്തിന് ഇപ്പം നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ നിൽക്കുമ്പോൾ വസ്തുക്കൾ ചൂടാക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാ? രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിക്കാനാണ്. അപ്പൊ താപനില രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും, സാന്ദ്രത വേഗത വർദ്ധിപ്പിക്കും, ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യം, ഇതെല്ലാം തന്നെയും രാസപ്രവർത്തനത്തിന്റെ മർദ്ദം, പിന്നെയോ പദാർത്ഥങ്ങളുടെ സ്വഭാവം, ഇതെല്ലാം രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ഈ എല്ലാ ഘടകങ്ങളും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കും. ക്ലിയർ ആണ്? അടുത്തത്, ലിനസ് പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ ഏതെല്ലാം സംഖ്യകൾക്ക് ഇടയിലുള്ള വിലകളാണ് മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയി നൽകിയിട്ടുള്ളത്? ഉത്തരം 0 മുതൽ 4 വരെ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. കണ്ടോ, 0 മുതൽ 4 വരെ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ തന്റെ ന്യൂക്ലിയസിലേക്ക് വലിക്കാനൊരു ശ്രമം നടത്തും. പങ്കുവെച്ച ഇലക്ട്രോണുകളെ, രാസബന്ധനത്തിൽ പങ്കുവെച്ച ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിനാണ്, 3.99, അപ്രോക്സിമേറ്റ് 4 ആണ്, മാക്സിമം വാല്യൂ 4 ആണ്. ക്ലിയർ ആണ്? ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് ആണ്. അത് ഓരോ എലമെന്റുകൾക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. അത് കമ്പയർ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഇലക്ട്രോനെഗറ്റിവ്, എന്താ പറയുക, പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോടോപ്പിന്റെ പേരാണ് ഫോസ്ഫറസ് 31. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഒരെണ്ണം പോലും ഇതിനകത്ത് മാറ്റി നിർത്താനില്ല. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. താഴ്ന്ന താപനിലയിൽ ഉരുകാത്ത ലോഹം ഏതാണ്? ഓക്കെ, താഴ്ന്ന താപനിലയിൽ ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ ഉരുകാത്ത ലോഹം ഏതാണ്? ഗാലിയം, സീഷ്യം, മെർക്കുറി. ഇതിലെല്ലാം ഗാലിയം, സീഷ്യം, മെർക്കുറിയുടെ ഒക്കെ പ്രത്യേകത എന്താ? അവരുടെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പം ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? ഉരുകും. എന്നാൽ സോഡിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അപ്പൊ ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ അത് ഉരുകൂല. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കോപ്പർ, സിങ്ക് ഇത് ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം താഴെ പറയുന്നതിൽ ഏതാണ്? ഓക്കെ, പിച്ചള, ബ്രോൺസ്, നിക്രോം, അൽനിക്കോ എന്താണ്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ ഇത്രയും ചേർന്ന ഒരു സാധനമാണ്. നിക്രോമും അതുപോലെ തന്നെ ക്രോമിയം അടങ്ങിയിട്ടുള്ള, നിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഇരുമ്പിന്റെ ലോഹസങ്കരമാണത്. ബ്രോൺസ്, ബ്രാസ്. അപ്പൊ ഇതിവിടെ കോപ്പറും സിങ്കും ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരം ചോദിച്ചാൽ ഉത്തരം ബ്രാസ് ആണ്, പിച്ചള എന്ന് പറയും മലയാളത്തിൽ. അപ്പം കോപ്പർ, സിങ്ക് എന്താ എനിക്ക് പറയേണ്ടത്? പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അറ്റോമിക് നമ്പർ 29, 30.
ഫ്രണ്ട്സിന്റെ പ്രത്യേകത എന്താ, അടുത്തടുത്തായിരിക്കും ഒരു ക്ലാസ് ഇരിക്കുക അല്ലേ, 29, 30. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, പിച്ചള, ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് അലോയി അലോയി ഒരു ടോപ്പിക്കാണ്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഹാജാസ് ക്ലാസ്സസിന്റെ ചാനൽ നോക്കുക. അലോയിസ്, ലോഹസങ്കരങ്ങൾ, അയിരുകൾ, ധാതുക്കൾ, അയിരുകളിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന പ്രോസസ്സ്, ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയ, അലൂമിനിയത്തിന്റെ ബേസ് പ്രോസസ്സ്, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു നീണ്ട സീരീസ് തന്നെയായിരിക്കും മെറ്റലിന്റെ കേട്ടോ. നമ്മൾ ഈ വരുന്ന ദിവസം മുതൽ നമ്മൾ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലാണ് സയൻസിന്റെ ടോപ്പിക് ക്ലാസ്. നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ പോയാലും നിങ്ങൾക്ക് ഇത് കിട്ടൂല, ഉറപ്പാണ്. നിങ്ങളൊരു ഓഫ്ലൈനിൽ പോയാലോ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്താലോ ഒരിക്കലും ഈ സയൻസ് എന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക, ഒരു സന്യാസിയുടെ വ്രതം എന്താണ്, അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹം ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഞാൻ എൻ്റെ സയൻസ് ക്ലാസ്സുകൾ അങ്ങനെയാണ്. ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ആരും വന്നാലും എൻ്റെ ഒരു ക്ലാസ് കിട്ടരുത്. അത്രത്തോളം ഞാൻ എൻ്റെ ഫുൾ എഫേർട്ടും അതിനകത്തിട്ടാണ് വൈറ്റമിൻസ് ചെയ്തിട്ടുള്ളത്. അടുത്തിന് വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ നേരത്തെ അങ്ങനെ കിട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാര്യം, പല സ്ഥലങ്ങളിലും ഈ നോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. ഈ നോട്ടുകൾ പല പുസ്തകങ്ങളിലും പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ വിഷമം ഉണ്ടാക്കിയത് കൊണ്ടാണ് പിന്നെ സയൻസ് ക്ലാസ് തരാതിരുന്നത്. അപ്പം അത് നമ്മുടെ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ. ഇച്ചിരിയൊക്കെ എടുക്കാം, പക്ഷെ അതേപോലെ പോയി പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ ഓഫ്ലൈൻ എടുക്കാൻ പോയപ്പോൾ പലരും സാർ ഈ ടോപ്പിക് എടുത്തു, ഞാൻ നോട്ട് നോക്കിയപ്പോൾ എൻ്റെ അതേ നോട്ട് ഞാൻ ഈ പറയുന്ന ലാവോസിയെ 10 പോയിന്റുകൾ അക്കമിട്ടിൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇരുന്നുണ്ടാക്കിയതാണ് സത്യമായിട്ടും. പക്ഷെ ഇതൊക്കെ പല ചാനലിലും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കും. കാരണം നമ്മളൊരു കോഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ ഹന്നയും ഹേമയും ലിപ്സ്റ്റിക്ക് വാങ്ങി ബ്യൂട്ടി പാർലറിലേക്ക് ബസ്സിൽ പോയി. അത് എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം ഉദ്യോഗാർത്ഥികളെങ്കിലും ഒരു കാലഘട്ടത്തിൽ അറ്റോമിക് നമ്പറിന്റെ ആദ്യത്തെ 30 എലമെന്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടുപിടുത്തങ്ങളുണ്ട്. ഇതെല്ലാം എല്ലായിടത്തും പാട്ടായി. നല്ലതാണ്, പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ലൈറ്റ് കത്തും. ആ ലൈറ്റ് കണ്ടുപിടിക്കാൻ അയാളുടെ അടുത്ത് എഫേർട്ട് എത്രത്തോളം ഉണ്ടാവും അല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് ലൈറ്റ് നമുക്ക് ചുമ്മാ കിട്ടുകയില്ല, അത് നമ്മൾ കാശ് കൊടുത്താൽ വാങ്ങേണ്ടത്. കാരണം ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ഒരു സാധനം എനിക്കത് വേണമെങ്കിൽ നമ്മളത് കാശ് കൊടുത്ത് വാങ്ങണം, അങ്ങനെയാണ്. പക്ഷേ നമുക്ക് യൂട്യൂബിലൂടെ ഒരുപാട്, ഞാനിങ്ങനെ പൊട്ടനായതുകൊണ്ട് കണ്ടന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം പുറത്തേക്ക് പോയി, എല്ലാം യൂട്യൂബിലൂടെ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. പക്ഷെ ഇപ്പം നമ്മൾ ക്ലാസ്സുകൾ വീണ്ടും എന്തോ സംഭവിക്കട്ടെ, ഇനി ആരോ എടുത്ത് എന്തോ കോപ്പി ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പല റാങ്ക് ഫയലിലും പ്രിന്റ് ചെയ്ത് വന്ന് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു വിഷമം തോന്നിയത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നേ ഉള്ളൂ. പിന്നെ ഈ ക്ലാസ്സുകൾ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഭയങ്കര വ്യൂ കുറവാണ്. നമുക്കൊരിക്കലും യൂട്യൂബിൽ നിന്ന് ഇപ്പം നിലവിലൊരു വരുമാനം ഇല്ല എന്ന് തന്നെ പറയാം. വർഷങ്ങളായി വരുമാനം വന്നിട്ട് 1 രൂപ പോലും വന്നിട്ട്. പക്ഷെ നമ്മളിത് ഇത്രയും നല്ല ക്ലാരിറ്റി ആയി നിങ്ങൾ ക്ലാസ് തരണമെങ്കിൽ ഒരു സിനിമ പോലെയല്ലേ, അത്രയും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്. അപ്പം ഇത്രയും ക്ലാരിറ്റി ആയി നിങ്ങൾ ക്ലാസ് തരണമെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ സഹായം ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കൃത്യമായി ക്ലാസ് കാണും. ഒരു ക്ലാസ് കണ്ടിട്ട് വെറുതെ പോകരുത്. 200 പേര് കണ്ടാൽ 200 കമൻറ്റ് അവിടെ വീഴണം. മനസ്സിലായോ? ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്ലാസ് ഉപകാരപ്പെട്ടു അത്രത്തോളം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ശരി. അടുത്തത്, മോണോമറുകൾ പരസ്പരം കൂടിച്ചേർന്ന് നീണ്ട പോളിമർ ശൃംഖലകൾ രൂപവൽക്കരിക്കുന്ന പ്രക്രിയയായ അഡീഷൻ പോളിമറൈസേഷന്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് 2 തരം പോളിമറൈസേഷൻ ഉണ്ട്. ഒന്ന് അഡീഷൻ പോളിമറൈസേഷനും ഒന്ന് അഡീഷൻ. നമ്മൾ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ടാണ് പോളിമറൈസേഷനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അഡീഷനും കണ്ടൻസേഷനും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇത് +2 പോളിമർ കെമിസ്ട്രിയിലാണ് ഇത് പഠിക്കുന്നത്. അഡീഷൻ പോളിമറൈസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു മോളിക്യൂളിന്റെ പുറത്തേക്ക് അടുത്ത മോളിക്യൂളിനോട് ചേർത്തുണ്ടാക്കും. ഇവിടെ കണ്ടോ, ഒരു മോളിക്യൂളിന്റെ അടുത്ത് ചേർത്ത് ചെയിനാക്കും. അപ്പോഴത്തേക്കും ഇവിടെ ഒരു സിംഗിൾ മോണോമർ ആയിരിക്കും ഉപയോഗിക്കുക. എന്നാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മോണോമർ ചേർത്തുണ്ടാക്കുമ്പോൾ ഈ മോളിക്യൂളിൽ നിന്നും ആ മോളിക്യൂളിൽ നിന്നും സ്മോൾ മോളിക്യൂൾസായ വാട്ടർ പോലെയുള്ള സാധനങ്ങൾ എലിമിനേറ്റ് ചെയ്യും. അതായത് ഇതൊരു മോണോമർ ആണെന്ന് കരുതിക്കും. ഇതേപോലെ ഒരു മോണോമറിനെ കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് ചേരുന്ന ഭാഗത്ത് നിന്ന് വാട്ടർ പോലെയുള്ള മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ബോണ്ട് ക്രിയേറ്റ് ആവും. ആ ബോണ്ട് വഴിയായിരിക്കും ഈ 2 മോണോമറും ചേർന്ന് പോളിമർ ആകുന്നത്. അതാണ് കണ്ടൻസേഷൻ പോളിമർ. അഡീഷൻ പോളിമർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോണോമർ വേണ്ട, ഒരു ടൈപ്പ് മോണോമർ മതി. ഇത് ഈഥീൻ, അടുത്ത് വീണ്ടും ഈഥീൻ, അടുത്ത് വീണ്ടും ഈഥീൻ. അവിടെ ഈ വാട്ടർ പോലെയുള്ള മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതില് കണ്ടൻസേഷൻ പോളിമറിൽ
മോണോമറുകൾ പരസ്പരം കൂടിച്ചേർത്ത് നീണ്ട പോളിമർ ശൃംഖലകൾ രൂപവത്കരിക്കുന്ന പ്രക്രിയ അഡീഷൻ പോളിമറൈസേഷന്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അഡീഷൻ പോളിമറൈസേഷന്റെ ആദ്യ ഘട്ടമാണ് ഇനിഷിയേഷൻ. രണ്ടാമത്തെ ഘട്ടമാണ് നീണ്ടു പോവുക. ഇനിഷിയേഷൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു മോണോമർ വിചാരിക്കണം. കുറേ മോണോമർ ഉണ്ടാവും. ഒരു മോണോമർ ഇത് തുടങ്ങണം. അതിൻ്റെ ഡബിൾ ബോണ്ട് ബ്രേക്കായി അത് ഇനിഷ്യേറ്റ് ചെയ്യും, ഒരു റാഡിക്കലായി മാറും. എന്നിട്ട് അതിൻ്റെ പുറകെ അടുത്ത മോണോമർ കൂടിച്ചേർന്ന് നീണ്ടുപോകും. എന്നിട്ട് അതാണ് പ്രൊപ്പഗേഷൻ. അവസാനം ഇത് നിൽക്കും, അതാണ് ടെർമിനേഷൻ. അതിനകത്ത് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് കാണുമെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഇതിനകത്ത് എന്തെല്ലാമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൊള്ളാമെങ്കിൽ മാത്രമേ കാണാവൂ, ക്ലാസ് കൊള്ളില്ലെങ്കിൽ കാണരുത്. ഓക്കെ. രണ്ടാമത്തത് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പിക്ക്, ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിപ്പിക്കുന്നു. കേരളത്തിലെ ഹൈക്കോടതി, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ, കേന്ദ്രമന്ത്രിസഭ, ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്. അതേപോലെ തിങ്കളാഴ്ചയും അതേപോലെ വ്യാഴം, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സയൻസിൻ്റെ അടിപൊളി ക്ലാസ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം വരാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാരകമായ ഒരു ടോപ്പിക്ക് മാത്സ്. അത് നമ്മൾ ഉടൻ തുടങ്ങും. നിങ്ങൾ കുറച്ചുകൂടി നമ്മൾ പണ്ടൊരു വീഡിയോ ഇടുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 10K അല്ലെങ്കിൽ 20K ഒക്കെ വരുമായിരുന്നു. അതൊന്നും നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും PSC എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മുടെ ലൈഫിലോട്ട് വരരുത്. എന്തിനാണ് നിങ്ങൾ 1ാം റാങ്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് പത്രത്തിൽ 1ാം റാങ്ക് കിട്ടിയ ആളിനും ജോലിയില്ല അത്ര. എന്തിനാ ഞാൻ പഠിക്കുന്നത്? ഒരു കമൻറ്റ് വന്നതാണ്, 1ാം റാങ്കുകാരന് ജോലി കിട്ടിയില്ല. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണോ ഞാൻ കോൺഗ്രസ് ആണോ, ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുത്ത സർക്കാരാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ജോലി കിട്ടുമെന്ന് വിചാരിക്കണേ. നമ്മൾ ആ സർക്കാർ, ആ പാർട്ടി, ആ രാഷ്ട്രീയം ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമ്മൾ നെഗറ്റീവ് പാർട്ടിയിലോട്ട് എന്തിനാ പോകുന്നത്? 1ാം റാങ്കുകാരന് ജോലി കിട്ടിയില്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. പരീക്ഷ നടത്തിയല്ലോ, ജോലി കിട്ടിയില്ല എന്ന് പറയുന്നത് അത് പരിഹരിക്കുക. അത് കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇച്ചിരി ത്യാഗം വേണ്ടി വരും, പക്ഷെ അവർക്ക് ജോലി കിട്ടും. കാരണം അതിലൊരു കുട്ടി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വിഷമമുണ്ട്. എന്താണ്? അവർക്ക് 1ാം റാങ്ക് വാങ്ങിച്ചു, ഇത്രയും കാലം കാത്തിരുന്നു, ശരി തന്നെയാണ്. പക്ഷെ അവർക്ക് ജോലി കിട്ടും, ഉറപ്പാണ്. അത് കേട്ടിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കണ്ട. നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ പഠിച്ചോ. എവിടെയാണോ പഠിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് ഉറച്ചു നിന്ന് പഠിക്കുക. ഓക്കെ. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ എന്നിൽ കാണുന്ന ഒരു ഗുണം, ഒരു തെറ്റെനിക്ക് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് ഞാൻ ബോധ്യപ്പെട്ട് മനസ്സുകൊണ്ട് അത് സമ്മതിച്ച് അത് തിരുത്താൻ ശ്രമിക്കും. സത്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ PSCയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എവിടെയാണോ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഒരിക്കലും ഒരു പരസ്യത്തിൻ്റെ പുറകെ പോയി ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കോഴ്സ് നിർബന്ധമായി നിങ്ങൾ എടുത്തിരിക്കണമെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് താല്പര്യം, ഈ ക്ലാസ്സിനൊരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. എല്ലാ കോഴ്സും എൻ്റെ കയ്യിലുണ്ട്. LP UP കോഴ്സ് ഉണ്ട്, LGS ഉണ്ട്, VFA ഉണ്ട്, ബെവ്കോ ഉണ്ട്, CPO ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ആ കോഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാത്തത്? നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്നെ കോൾ ചെയ്യും, സാർ എനിക്ക് എന്താ. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. നിങ്ങൾക്ക് 10,000, 20,000, 30,000 ഒക്കെ ആയിരുന്നല്ലോ ഒരു സമയത്ത് ഒരു കോഴ്സ് നമ്മൾ പഠിക്കാൻ പോകണമെങ്കിൽ. അപ്പം അതൊന്നുമില്ല, ചെറിയ ഫീസിലാണ് എല്ലാവരും കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിന് ഒരു പവിത്രത വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു ടോപ്പിക് എടുക്കാൻ ഒരു എക്സ്പേർട്ട് തന്നെ വേണം. സയൻസ് ഞാനാണ് എടുക്കുന്നത്, സയൻസ് വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ ക്ലാസ്സിനകത്തൊരു 100-300ഓളം സയൻസ് ക്ലാസ് ഉണ്ട്. ഒരു ക്ലാസ് പോലും വേറൊരു അധ്യാപകൻ എടുത്തിട്ടില്ല. കാരണം എൻ്റെ സയൻസിൽ എനിക്ക് വിശ്വാസമാണ്, ഇതിനേക്കാൾ അപ്പുറത്തൊരു സയൻസ് വരില്ല. മാത്സും അങ്ങനെ തന്നെ. ഇംഗ്ലീഷ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു B.Ed കഴിഞ്ഞ ഒരു അധ്യാപകനെ കൊണ്ടാണ് ക്ലാസ് എടുപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇംഗ്ലീഷ് അങ്ങനെ അത്രയും പേരെടുത്ത ടീച്ചർമാരാണ്, റിയൽ ടീച്ചർമാർ. അവർ PSCയിലും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചത്. അങ്ങനെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് ആ ക്ലാസ് എടുപ്പിച്ചിട്ടുള്ളത്. അപ്പം അത്രയും പക്ഷേ ചെറിയ ഫീസേ ഉള്ളൂ എല്ലാ കോഴ്സുകൾക്കും. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ. അപ്പോൾ ഈ ക്ലാസ് കണ്ട് നിങ്ങൾക്കൊരു താല്പര്യം, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കൊള്ളാമല്ലോ, ഡീറ്റെയിൽഡ് പറഞ്ഞു തരുന്നല്ലോ, അപ്പോൾ ഇയാൾ പൊട്ടനല്ല. അപ്പം ഞാൻ അങ്ങനെ തരുന്ന ക്ലാസ്സുകളാണെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ നിങ്ങൾക്കറിയാവോ? MSCയും MEdഉം
പിന്നെ കുറേ ഇങ്ങനത്തെ കുറേ ഡിഗ്രിയും BEd MEd ഒക്കെ കഴിഞ്ഞ് പിന്നെ അതേപോലെ കുറേ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ കഴിഞ്ഞ ഒരാളാണ്. ഓക്കെ, ഇപ്പോൾ PhD ചെയ്യുന്നു. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാറായി. അപ്പോൾ അങ്ങനെ 10-25 വർഷമായി പഠിപ്പിക്കുകയാണ്. സയൻസും മാത്സുമാണ് ഞാൻ PSCയിൽ പഠിപ്പിക്കുന്നത്. സ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് സയൻസും മാത്സും തന്നെയാണ്. ഇത് രണ്ടും തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നെഗറ്റീവൊന്നും അടിച്ചിരിക്കേണ്ട, പഠിക്കുക, ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.